ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഓടിപ്പോയ സമയത്ത് നീ എവിടെയായിരുന്നു? ഞാൻ ഈ ചെടികളുടെ ഇടയിൽ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഓടുന്ന കണ്ടിട്ടെ എനിക്കൊന്ന് ഉറക്കെ കൂവി വിളിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അവരെന്നെ കണ്ടുപിടിച്ചേനെ. മുത്തശ്ശി ആറ്റുവാശ്ശേരിയിൽ എത്തിയോ? അതാണുങ്ങള് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമ്പോഴാ. ഇനി പ്രിയങ്കയോ മുത്തശ്ശിയോ എന്തെങ്കിലും പ്രശ്നം വന്നാ ഇവര് രണ്ടുപേരെ അങ്ങ് മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാന്ന്. അപ്പൊ പിന്നെ അത് പെണ്ണുങ്ങള് തമ്മിലുള്ള പ്രശ്നമല്ലേ ആവുള്ളൂ. തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതേടാ സൂര്യ, വിട്ടുകൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? നമ്മുടെ കുടുംബത്തിനകത്ത് കയറി നിന്ന് നമ്മളെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരാളെ എങ്ങനെയാ ഇതിനകത്ത് പൊറപ്പിക്കുന്നത്? ഇത് രണ്ടെണ്ണത്തിന്റെയും ഈ വീട്ടിൽ നിന്നുള്ള അവസാനത്തെ പോക്ക. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഇനി തിരിച്ചു വരാനുള്ള ധൈര്യം സുകുമാരിക്ക് ഉണ്ടാവില്ല എന്ന്. പ്രതികാരം വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും പുറത്തു വരുന്നത്. CSRും ഗൗതവും ഒക്കെ കച്ചുകെട്ടി പുറത്തു നിൽപ്പുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ആണുങ്ങളുടെ വകുപ്പാ. അതൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തോണം. കുടുംബത്തിനകത്തെ കാര്യങ്ങളെ ഞാനും രാധികയും അല്ലേടി മോളെ? പിന്നല്ല. മുത്തശ്ശി കൂട്ടിനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ പ്രയാസം? നമുക്ക് ശരിയാക്കാം മുത്തശ്ശി. ദൈവമേ, ഇതാരായി തുറന്നിട്ടിരിക്കുന്നേ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തുറന്നാൽ അത് അടയ്ക്കാൻ പോലും പറ്റില്ല. കൽപ്പന ഉർവശിയോ മറ്റോ ആയിരിക്കും.
അവിടെ നിന്ന് അവരെ ഇറക്കി എന്നത് സത്യമാണെങ്കിൽ അമ്മയും പ്രിയങ്കയും വരേണ്ട സമയം കഴിഞ്ഞില്ലേ? വരുന്നത് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഇനി എന്തൊക്കെ ചെയ്തു തീർത്തിട്ടാന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. അമ്മയുടെ കാര്യമായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇനി വേറെ എവിടേക്കെങ്കിലും പോവോ? ഇതിനു മുമ്പും മാറി നിന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നില്ലേ? അമ്മ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും സഹിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിക്കിട്ടി, അത് തന്നെ വലിയൊരു ആശ്വാസം. അയ്യോ 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 ദൈവമേ, എന്റെ പ്രിയങ്കമോക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ആ തിരക്കിനും ബഹളത്തിനും ഇടയിൽ നിന്ന് അവളിത് എവിടെ പോയതാ? മുത്തശ്ശി, ഹലോ മുത്തശ്ശി. ഓ, എടി നീ ഇത് എവിടാ മോളെ? ആ, ഞാൻ കണിമംഗലിൽ തന്നെ ഉണ്ട് മുത്തശ്ശി. ഞാനേ കിച്ചണിലിരുന്ന് ഭക്ഷണം കഴിക്കാം. അയ്യോ, ഞാൻ ഓടിപ്പോയ സമയത്ത് നീ എവിടായിരുന്നു? ഞാനേ ഈ ചെടികളുടെ ഇടയിൽ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഓടുന്ന കണ്ടിട്ടെ എനിക്കൊന്ന് ഉറക്കെ കൂവി വിളിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അവരെന്നെ കണ്ടുപിടിച്ചേനെ. മുത്തശ്ശി ആറ്റുവാശ്ശേരിയിൽ എത്തിയോ?